കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാടൻ വിജയ് തമിഴക വെട്രിക്കഴകം എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത്. പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി എത്തുമ്പോൾ നേരിടേണ്ടത് കടുത്ത വെല്ലുവിളികൾ കൂടിയാണ്. അതിന് പരിഹാരം കണ്ടെത്താൻ പുതിയ മാർഗങ്ങളിലേക്ക് വിജയിയുടെ പാർട്ടി കടക്കുകയാണ്. വിജയിയുടെ പാർട്ടിയിലേക്ക് ആരാധകരായി ധാരാളം അണികൾ എത്തുമ്പോഴും ആരാധകർക്ക് പുറമെയുള്ളവർക്ക് പാർട്ടിയിൽ മെമ്പർഷിപ്പ് നൽകുന്നതിനായും പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിനായും ഒരു മൊബൈൽ ആപ്ലിക്കേഷനും കൂടി പുറത്തിറക്കാനൊരുങ്ങുകയാണ് തമിഴക വെട്രിക്കഴകം. അറിയിപ്പുകൾ, നിർദ്ദേശങ്ങൾ തുടങ്ങിയ എല്ലാ പാർട്ടി വിവരങ്ങളും ഇതിലൂടെ ലഭ്യമാകും. ഈ ആപ്പിലൂടെ ജനങ്ങൾക്ക് പാർട്ടി അംഗമാകാൻ സാധിക്കും. തമിഴ്നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള താരസംഘടനകളിൽ ഏറ്റവും ശക്തമാണ് വിജയ് മക്കൾ ഇയക്കം. തമിഴ്നാട്ടിൽ ഉടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കം. തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുമായി കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പുതിയ കക്ഷിയിലേക്ക് മൊബൈൽ ആപ്പ് വഴി അംഗങ്ങളെ ചേർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ അടിത്തറ ഈ സംഘടന തന്നെയായിരിക്കും. കമൽഹാസൻ എത്തിയപ്പോഴേക്ക് നിറം മങ്ങിപ്പോയ സിനിമാ രാഷ്ട്രീയത്തിന്റെ പ്രതാപം വീണ്ടെടുക്കാൻ വിജയ്ക്ക് കഴിയുമോ എന്നറിയാൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. പുതിയ അംഗങ്ങളെ ചേർക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണവും മിസ്ഡ് കോൾ രീതിയും ഉപയോഗിച്ച് വരുന്നതിനിടെയാണ് യുവാക്കളെ ആകർഷിക്കാൻ വിജയ് ഒരു ആപ്പ് തന്നെ എത്തിക്കാൻ ഒരുങ്ങുന്നത്. പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ച ഉടൻ പൊതുസമ്മേളനം വിളിക്കും. ഭാരവാഹികളെ ഈ യോഗത്തിൽ തെരഞ്ഞെടുക്കും. പാർട്ടി രജിസ്ട്രേഷൻ പൂർത്തിയായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. വിപുലമായ മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ പാർട്ടിയെ ശക്തമാക്കുകയാണ് ആദ്യ ലക്ഷ്യം. 1 കോടി അംഗങ്ങളെയാണ് തമിഴക വെട്രിക്കഴകം അംഗങ്ങളായി പ്രതീക്ഷിക്കുന്നത്. ആരാധക പിന്തുണ വോട്ടാക്കി മാറ്റാൻ തന്നെയാണ് വിജയ് ലക്ഷ്യമിടുന്നത്. 2 വർഷം മുമ്പ് തമിഴ്നാട്ടിലെ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയ് മക്കൾ ഇയക്കത്തിലെ 160ഓളം പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ചിരുന്നു. ഇതിൽ 129 പേർ വിജയിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് നടന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിജയം ആവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. വിജയിയുടെ തമിഴക വെട്രിക്കഴകം ആരുമൊക്കെയായാണ് സഖ്യമുണ്ടാക്കുകയെന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ രചിക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരികയുമാണ് ലക്ഷ്യമെന്നാണ് വിജയ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമെന്ന് നടൻ വിജയ് പ്രഖ്യാപിക്കുമ്പോൾ 2026 തമിഴ്നാട്ടിൽ ചതുഷ്കോണ പോരാട്ടത്തിന് കൂടിയാണ് കളമൊരുങ്ങുന്നത്.